പുതിയൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിന്നിൽ കൂടി വീടുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരി പരിചയപ്പെടുത്തുന്നില്ല. നിങ്ങളെല്ലാവരും എല്ലാ ആഴ്ചയും ആരാധനയ്ക്ക് വരണം കേട്ടോ. നിങ്ങൾക്ക് അനുഗ്രഹം ഒരു വലിയ നന്മയാണ്. നിങ്ങൾക്ക് ഒന്നിനും ഭാരമുണ്ട്. ചുമ്മാ അതേ കസാര വരെ ഉപദേശവരെല്ലാം തുടച്ച് എല്ലാം ശരിയാക്കുക. നിങ്ങൾക്ക് വന്ന് ഇരുന്നാൽ മാത്രം മതി. അനുഗ്രഹം പ്രാപിക്കുക, മടങ്ങി പോവുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഈ സ്റ്റെപ്പ് കയറി നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഓരോ ഭാരവും മാറിയിട്ട് നിങ്ങളൊരു ഫ്രീ ആയിട്ട് കടന്നു പോയിരിക്കും. നിങ്ങൾ സൗഖ്യത്തോടെ വിടുതലോടെ കൂടി കടന്നു പോയിരിക്കും. എനിക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ പിന്നാലെ ഒത്തിരി പോയവരുണ്ട്. പക്ഷേ അവിടെ ഒന്നും ലോകം സമാധാനം നൽകിയിട്ടില്ല. പക്ഷേ യേശുവിന്റെ പിന്നാലെ വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥിതിയെ തന്നെ മാറ്റി. ഇതേ നിങ്ങളുടെ മുമ്പിലേക്ക് അവസരം കൊടുക്കാത്തതുകൊണ്ടാണ്. ആ സുഭാഷിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ നടുക്കിരിപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് ചോദിച്ചാൽ പറയും, മരണത്തിന്റെ താഴ്വരെ പോയതാ, പക്ഷെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഇന്ന് നമ്മുടെ മധ്യേ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യം ആവർത്തന പുസ്തകത്തിന്റെ 23-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. ആവർത്തന പുസ്തകം. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ സംസാരിക്കണമേ. ഇത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്ന നിമിഷങ്ങളായി മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി കർത്താവിന്റെ അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, വീര്യപ്രവൃത്തികൾ നടക്കട്ടെ. കർത്താവേ, നാളുകളായിട്ടുള്ള ശാപങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അതൊരു അനുഗ്രഹമായി മാറുന്ന ആ നല്ല നിമിഷങ്ങളായി മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമം തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഞാന് മറിയാമ്മ സിസ്റ്റർ പറഞ്ഞ് നിർത്തിയെടുത്തു എന്ന് ആരംഭിക്കുകയാണ്. മറിയാമ്മ സിസ്റ്റർ പറഞ്ഞു, അവസാനം രസകരമായാണെങ്കിൽ പറഞ്ഞെങ്കിലും ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ, പല പ്രതിസന്ധികളിൽ കൂടിയും പല ഹല്ലേലൂയ സഹോദര ഒരു വെയിറ്റിംഗ് സമയത്ത് ഞാൻ നിൽക്കുമ്പോഴും ഹല്ലേലൂയ സഹോദര എനിക്കൊരു കാര്യം അറിയാം. എന്താണ് അറിയാവുന്നത്? എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എന്റെ അപ്പനോട് വഴക്ക് കൂടും. എന്റെ ആവശ്യങ്ങളൊക്കെ ഒരു കുസൃതിയോടുകൂടി ഞാൻ പറയാറുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങളും ഒരു അപ്പൻ മകൾ എന്നുള്ള ബന്ധത്തിൽ പറയാറുണ്ട് എന്ന് പറയുവാൻ തക്കോടെ തീർന്നു. ഉറപ്പായിട്ടും സിസ്റ്ററെ, ഹല്ലേലൂയ സ്തോത്രം, അത് നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. നിങ്ങളുടെ മാത്രമല്ല, അങ്ങനെയായിരിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തികളുടെ സ്ഥിതികളെ ദൈവം മാറ്റും. കാരണം ഇവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. ശാപം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളും പല അവസ്ഥകളും ഒരു ശാപം എന്ന പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചിലർ പറയുന്നത്, അയ്യോ എന്റെ ജീവിതം ഒരു ശാപ കടല് പോലാന്നാ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മാറി. കടലിന്റെ പ്രത്യേകത എന്നാ? നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ? കുഞ്ഞുങ്ങളെ നോക്കണം, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണേ. കടലിന്റെ പ്രത്യേകത എന്നാ ചോദിച്ചാൽ, ഒരു തിര വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അടുത്ത തിര വീണ്ടും വരും. അത് വന്നു കഴിയുമ്പോൾ ഇനി കുഴപ്പമില്ല നോക്കുമ്പോൾ അടുത്ത തിര വീണ്ടും വരും. അപ്പൊ ഒരു കടല് പോലെ മാറി 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 ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് ഒരു കടലിന്റെ അനുഭവം പോലെ ശാപത്തിന്റെ അനുഭവം മുമ്പിൽ വരുമ്പോൾ അതിന്റെ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിന് നിന്റെ ശാപം അനുഗ്രഹമായി മാറും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്നെ പ്രിയ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുണ്ട്. അല്ലെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും അതിന് ചിലപ്പോൾ ഒരു അടഞ്ഞ മുറിക്കകത്തിൽ ഇരുളഞ്ഞ അനുഭവത്തിൽ ആരും നിനക്കില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന സാഹചര്യമാണേലും ഒരു കാര്യം പറയുക, അതിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇരുളറഞ്ഞ മുറിയിൽ നീ ഒതുങ്ങിപ്പോകത്തില്ല. അവിടെ കൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചു പോകത്തില്ല. ആ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ശാപത്തെ മാറ്റി നിന്നെ ഒരു അനുഗ്രഹമുള്ളവനാക്കി മാറ്റുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നോട് മനസ്സരിയും. കരങ്ങളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതും മനുഷ്യന്റെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ശാപമായിട്ടാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. ശാപം മാറ്റാൻ വേണ്ടി പോകാത്ത സ്ഥലമുണ്ടോ? കിലോമീറ്ററുകൾ താണ്ടിയാ പോകുന്നത്. കിലോമീറ്ററുകൾ താണ്ടി പോകുന്നുണ്ട്. നമുക്കറിയാം, കട്ടപ്പനയിൽ പണ്ട് ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറയുന്നത്, ഹല്ലേലൂയ വണ്ടി പിടിച്ച് ഒരു ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ, ശാപം മാറ്റാൻ വേണ്ടി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കുറച്ചുപേരുടെ ബോഡിയാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ മണിക്കൂറുകളും കിലോമീറ്ററുകളും താണ്ടി നമ്മൾ പലയിടത്തേക്കും പോകുന്നുണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താൻ വേണ്ടിയിട്ട്.
നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ പ്രിയ കർത്താവിന്റെ ദാസി, പ്രിയ സിസ്റ്റർ പറഞ്ഞതുപോലെ നീ അറിയുന്നില്ല, നീയൊക്കെ അലടിയ സ്വതന്ത്രം, നീ ചിന്തിക്കുന്നില്ല. ഗൗരവമായ ഒരു കാര്യമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നീ ഇരിക്കുന്നിടത്ത് വരുമെന്നേ. നീ ഏത് അവസ്ഥയിലാണോ നിന്റെ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ തേടി നീ ദൂരെ എങ്ങും പോകണ്ട. നീ ഇരിക്കുന്നിടത്ത് നീ ഒന്ന് മുഴങ്കാൽ മടക്കിയാൽ മതി. ആ ദൈവം നിന്റെ സ്ഥിതികളെ മാറ്റും. കരങ്ങളെ ദൈവത്തെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊക്കെ ഒത്തിരി പ്രതിസന്ധികളുള്ളവരാ, നമുക്കൊക്കെ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാ. പക്ഷെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ദൈവം അനുഗ്രഹിക്കാതെ വിടത്തില്ല. ഇപ്പൊ ലോകത്ത് പല ശുശ്രൂഷകളും ഉണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, പല രീതിയിലും ഉണ്ട്. ശാപം മുറിക്കൽ ശുശ്രൂഷ, ശാപം അങ്ങനെ മാറ്റുന്ന ശുശ്രൂഷ, ഇങ്ങനെ അത് തന്നെ ഒരു വലിയ ഒരു ബിസിനസ് ശൃംഖല പോലെ മാറിയിരിക്കുക. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാ പറയുക, ആരുടെ ഇന്നേക്ക് ആരുടെ സ്വതന്ത്രൻ 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കളത്തിൽ ആ ആരുടെ ബൈബിൾ പറയുന്നു, ആരുടെ സ്വതന്ത്രൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആരുടെ യേശു ജനിക്കുന്നതിന് മുമ്പേ തന്നെ പ്രവാചകന്മാർ ആരുടെ എഴുതിയിരിക്കുന്നു, ആരുടെ സ്വതന്ത്രം മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുമ്പോൾ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ മരത്തിൽ തൂങ്ങപ്പെട്ടവനായി ശപിക്കപ്പെട്ടവനായി തീർന്നു. നിങ്ങൾ ഓർക്കും, ശാപിക്കപ്പെടുവാനും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പാപം ചെയ്തൊരു വ്യക്തിയാണോ അവിടെ തൂങ്ങിക്കിടക്കുന്നത്? തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ക്രൂശിച്ചതായിട്ടുള്ള കള്ളന്മാർ അവരിൽ ഒരുവൻ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സമശിക്ഷാവിധിയിൽ അകപ്പെട്ടു, കാരണം നമ്മൾ ചെയ്തത് കുറ്റങ്ങളാ. പക്ഷെ ഇവനെ 6 മതകോടതികളിലും ആ രാജാക്കന്മാരുടെ മുമ്പിലും കൊണ്ടു ചെന്നിട്ട് മാറി മാറി വിസ്തരിച്ചപ്പോഴും ഇവനിൽ ഒരു കുറ്റവും കണ്ടില്ല. ഒരു കുറ്റവും കാണാതെ, ഒരു പാപവും ചെയ്യാത്ത സ്വതന്ത്രം പുണ്യവാനായിട്ടുള്ള ഒരു വനിത മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുക. ഈ ശാപമേൽക്കുവാൻ എന്തെങ്കിലും കാരണം അവന്റെ മേലുണ്ടോ? ഇല്ല. ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. ഈ ലോകത്തിൽ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പാപത്തിന് അടിമപ്പെട്ട്, ശാപത്തിന് അടിമപ്പെട്ട്, നമ്മൾ എന്നേക്കുമായി ശാപത്തിൽ തീരുവാൻ ഇടവരുത്താതെ, അവസാനിക്കുവാൻ ഇടവരുത്താതെ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ എന്നേക്കുമായി തീരുവാൻ ഇടവരുത്താതെ, അതിൽ നിന്നൊരു ജീവനിലേക്ക് പ്രാപിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ശാപമില്ലാത്തവരായി, ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ മാടി വിളിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ശാപമില്ലാത്തവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിനെല്ലാരെയും ഒന്നും ദൈവം തെരഞ്ഞെടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചു പേരേ ഉള്ളൂ. ഇവിടെ സ്പീക്കറുണ്ട്, തൊട്ട് താഴെ ഇപ്പൊ അനക്കൊന്നും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ബസ് ഇട്ട് നിരത്തിയിട്ടുണ്ട്. അതില് പുറത്ത് സ്പീക്കർ, അകത്ത് സ്പീക്കർ. പിന്നെ അവിടെ വണ്ടിയിൽ ഇറങ്ങുന്ന പിള്ളേർക്കാണെങ്കിൽ നല്ല രസം, അകത്തും വെള്ളം പുറത്തും വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിള്ളേർ ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസും ഭയങ്കര ഇതുവാ. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ കൈകൊട്ടി ആരാധിക്കാൻ പറയാൻ പറ്റും. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ കൈകൊട്ടി ആരാധിക്കാൻ, എങ്കിലും നമ്മൾ ആരാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഒരു കൂട്ടം പേര് ഭയങ്കരമായിട്ട് ആനന്ദിക്കുക, പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുക, പാട്ടിനൊത്ത് നൃത്തം ചെയ്യുക. ചിലരുടെയൊക്കെ ആട്ടം കാണണം. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, ചിലവരൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, അടിച്ചു കുത്തി മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്നാലും അവന് വിഷയമില്ല. അവൻ ഷർട്ടൊക്കെ ഇങ്ങനെ ഊരിയിട്ട് ഷർട്ടിന്റെ ഒരു കയ്യെ പിടിച്ചിട്ട് ഈ ഷർട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടൊക്കെയാ അവിടെ കിടന്ന് ആടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആടി അർമാദിക്കുമ്പം ഇവിടെ ആരാധിച്ച് സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരു ചെറിയ കൂട്ടത്തെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മോഹത്തിന് ആടി അർമാദിക്കുന്നവൻ ചിലപ്പോൾ അധിക നാൾ കാണത്തില്ല കേട്ടോ. പക്ഷേ അധിക നാളിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിധി എഴുതിയ നീ ആരാധിക്കുന്നവന്റെ കൂട്ടത്തിലാണെങ്കിൽ ആരുടെ സ്വർഗത്തിലെ ദൈവം പറയുക, ചിലപ്പം പലരും നിന്റെ കുടുംബത്തിൽ പറഞ്ഞു കാണും, ചിലപ്പോൾ നിന്റെ കൂട്ടുകാർ പറഞ്ഞു കാണും, സ്നേഹിതർ പറഞ്ഞു കാണുമായിരിക്കും. നീ അധിക നാൾ ഇല്ല എന്ന് പറഞ്ഞ് നിനക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കാണുമായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയുക, നീ സേവിക്കുന്ന ഒരു ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാകട്ടോ, നിന്നെ ദൈവം അനുഗ്രഹിക്കാതെ വിടത്തില്ല. ബിന്ദു സിസ്റ്റർ രാമൻ പറഞ്ഞ് ഏറ്റെടുത്തേ, മക്കളെ രാമൻ പറഞ്ഞ് ഏറ്റെടുത്തേ. ദൈവം അനുഗ്രഹിക്കും. ദൈവം തെരഞ്ഞെടുത്തവരാ. അല്ലെങ്കിൽ നമ്മളത് തട്ടിക്കളായിരുന്നാൽ മതി. നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിന് പരിഹാരമാണ് നീ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ട്, ചെറുക്കനെന്ത് ചെയ്യും, വന്നേ അടുത്ത് വന്നേ, ചുമ്മാ ഒന്ന് വായിച്ചു തന്നെ. ഹല്ലേലൂയ. തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നു
ദോഷിയാമേന്നെയും നാഥ. നീതിമാനായതുകൊണ്ടല്ല നമ്മളെ തേടി വന്നത്, പുണ്യപ്രവൃത്തി ചെയ്യുന്നവരായതുകൊണ്ടല്ല. നല്ല അവനും ഒരു കുഴപ്പമില്ല, ഇന്നും മിടുക്കനാ, അവനൊരു തെറ്റും ചെയ്യാത്തവനാ. അങ്ങനെ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അഡ്രസ് പറഞ്ഞായിരുന്നു? 30 വർഷം മുമ്പുള്ള ചരിത്രം നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ എന്നെ കല്ലെറിഞ്ഞിട്ട് പോകും. കാരണം എന്താന്ന് വെച്ചാൽ അത്ര നല്ലവനായിരുന്നു. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലവനെന്ന് പറയുന്നത് നല്ലവനായിരുന്നു. ദോഷിയായിട്ട്, വെറും ദോഷിയായിട്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു തലവേദനയായിട്ടൊക്കെ ജീവിച്ചൊരു വ്യക്തി. എന്നാൽ എന്നെയും ക്രിസ്തുവിന്റെ സ്നേഹം തേടി വന്നു. ഹല്ലേലൂയ. ആ ദോഷിയായിരുന്ന സ്ഥാനത്ത് കർത്താവ് എന്നെയും തേടി വന്നേ. ആ തേടി വന്നത് കൊണ്ടാണ് ഇന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് ദൈവസേന നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നും വലിയ നീതിമാന്മാരല്ലായിരുന്നു കേട്ടോ, കുറവറ്റവരൊന്നും അല്ലായിരുന്നു കേട്ടോ. കുറവുകൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ക്വാളിറ്റി ഒത്തിരി വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത നമ്മളെ തിരഞ്ഞെടുക്കാനാണ് കർത്താവ് വന്നത്. അവന്റെ സ്നേഹമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഏത് കലറ കടന്നാലും നിന്നെ തേടി കർത്താവ്. ഹല്ലേലൂയ. 2 കല്ലറയിലുള്ളവരെ ഞാൻ പരിചയപ്പെടുത്താൻ പോകും നിങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കല്ലറയിലുള്ളവരെ. ഒരു കല്ലറ ജീവിച്ചിരിക്കുന്നതിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും, ഒരു കല്ലറ മരിച്ചു കിടക്കുന്നതിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഈ 2 കാര്യം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാലേ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1. കേട്ടോ, യേശു നല്ല ശിഷ്യന്മാരും കടലിനക്കരത്ത് ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് യേശു ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ, കേട്ടോ, എവിടുന്നാ വന്നേ? കല്ലറകളിൽ നിന്ന് വന്നു. അവനെ എതിരേറ്റു. ഒന്ന് ശ്രദ്ധിക്കണം, ഗദരദേശം എന്ന് പറഞ്ഞൊരു ദേശം. ആ ദേശത്ത് കല്ലറകളിൽ നിന്നും ഒരു മനുഷ്യൻ. എവിടുന്നാ വന്നേ? കല്ലറയിൽ നിന്ന്. വലിയ പണിമാളികളുടെ വീട്ടിൽ നിന്നല്ല പുള്ളി വന്നത്, കല്ലറയിൽ നിന്നാ വന്നത്. കല്ലറകളിൽ നിന്ന് പുള്ളി വന്നിട്ട് അവനെ എതിരേറ്റിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവന്റെ പാർപ്പ് എവിടായിരുന്നു? അപ്പൊ വീട്ടിൽ പാർക്കുന്ന നമ്മളൊക്കെ ഒരുമാതിരി വീടല്ലേ, നമുക്ക് വീടുണ്ട്. ഈ വീടില്ലാത്തവർക്ക് വാടക വീടും ഉള്ളവരുണ്ട് അല്ലെ. എങ്ങനെയെങ്കിലും നമ്മളൊരു വീട്ടിലാണ് പാർക്കുന്നത്. പക്ഷെ ഇവിടെ വ്യത്യസ്തമാണ്. ഇവന്റെ പാർപ്പ് എവിടാണെന്ന് അറിയാമോ? കല്ലറയിലാണ് ഇവൻ പാർക്കുന്നത്. ഇവന്റെ പാർപ്പ് എവിടായിരുന്നു? കല്ലറയിലായിരുന്നു. ആ കല്ലറയിൽ പാർക്കുന്നത് ഇവനൊരു പ്രത്യേകതയുണ്ട്. ഇവന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള കാര്യം പുതുതായിട്ട് വന്ന പ്രത്യേക അനീച്ചന്റെ മോനൊക്കെ ഉണ്ട്. ആ മോനെയൊക്കെ ഓർപ്പിക്കാൻ ഇച്ചിരി ബൈബിൾ കൂടി വിശദീകരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. വായിച്ചാട്ടെ മക്കളെ. ഈ കല്ലറ കിടക്കുന്ന ഈ പുള്ളിയെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടായിരുന്നു. കാരണം അവൻ പലപ്പോഴും അവന് കയ്യേലിട്ടിരിക്കുന്ന വിലങ്ങും ചങ്ങലയും എന്ത് ചെയ്തു? ഉരുമി പൊട്ടിച്ചു കളയുന്ന രീതിയിലുള്ള ശക്തിയുള്ള ദുരാത്മാവ് പ്രാപിച്ചവനായിരുന്നു. അടുത്ത് ചങ്ങല വലിച്ചു പൊട്ടിക്കും. കേട്ടോ, വിലങ്ങ് ഉരുമിയിട്ട് ഒടിച്ചു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്താണ് ഒരു മനുഷ്യൻ കല്ലറയിൽ അവനിൽ അശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോഴത്തേനുള്ള സംഭവം? അടുത്തത് കേട്ടോ, ഒരു മനുഷ്യന് പോലും അവനെ അടക്കാൻ പറ്റിയില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താനെ തന്നെത്താനെ കല്ലെടുത്തിട്ട് ചതയ്ക്കുകയാണ്. കൈ ഇങ്ങനെ, ഇടത്തെ കൈ ഇങ്ങനെ എടുത്ത് വെക്കും. നമ്മള് ഈ അക്കുത്തിക്കത്ത് കളിക്കത്തില്ല, അതൊക്കെ വിരലിന്റെ ഇടയ്ക്ക് വെച്ചാണ് അല്ലെ. ഇതങ്ങനല്ല. അല്ലെങ്കിൽ ഒരു കല്ലെടുക്കും, ഈ കൈ അങ്ങോട്ട് ചതയ്ക്കും. അടുത്ത കല്ലെടുക്കും, ഈ കൈ അങ്ങോട്ട് ചതയ്ക്കും. അങ്ങനെ തന്നെത്താൻ കല്ലെടുത്ത് ചതച്ചു പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്നുകൊണ്ട്. ശ്രദ്ധിച്ചോണേ, ഇവന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോണേ. ഗദരദേശത്ത് ഒരു മനുഷ്യൻ, അവന്റെ പാർപ്പ് രാത്രിയും പകലും കല്ലറയിലായിരുന്നു. ഇവന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വിലങ്ങ് ഉരുമി ഉടയ്ക്കുന്നവനാണ്, ചങ്ങല വലിച്ചു പൊട്ടിക്കുന്നവനാണ്. ഇവനിൽ ദുരാത്മാവ് ഉണ്ടായിട്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ സ്വന്തം ശരീരം പോലും മൃഗീയമായിട്ട് അവൻ ചതച്ചുകൊണ്ട് നീര് വെച്ച് പൊട്ടയലിഞ്ഞ് അല്ലെങ്കിൽ വ്രണമുള്ളവനായിട്ട് വളരെ മൃഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മൃഗീയമായിട്ടുള്ള ഒരു അനുഭവത്തിൽ താൻ നിൽക്കുകയാണ്. തന്നെ കാണുന്നവനാരും ഹല്ലേലൂയ സ്തോത്രം കോട്ടും സൂട്ടും ഇട്ടോ എല്ലായിടത്തും കല്ലറയിൽ ഇറങ്ങി വന്നാലും നമ്മൾ പുള്ളി ഒരു മാന്യനാണെന്ന്
വേറെ പറയാം. എന്നാൽ ചങ്ങല വരെ പൊട്ടിച്ച് കളഞ്ഞിട്ട് കയ്യും കാലും എല്ലാം ചതച്ചിട്ട് വിരൂപനായിട്ടൊരു മനുഷ്യൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അയ്യോ, ശാപം പിടിച്ചവൻ വരുന്നു. ആ നാട്ടിൽ ആ ഗദരദേശത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയൊന്നും ആ കല്ലറയുടെ അതിൽ കൂടെ പോകത്തില്ല മക്കളെ. കാരണം ഇവനെ പേടിയാണ്. കാരണം ഇവൻ ശാപം പിടിച്ചവരോ, ഉയ്യോ ഇവൻ എപ്പോഴാ എന്നതാ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. കാരണം അവനെ തന്നെ അവൻ അങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചിന്തിക്കുമായിരിക്കും. അങ്ങനെ ശാപം പിടിച്ച് കിടക്കുന്ന ഒരുത്തൻ എവിടെയായിരുന്നു? കല്ലറയിലായിരുന്നു അവന്റെ പാർപ്പ്. എവിടെയായിരുന്നു അവന്റെ പാർപ്പ്? കല്ലറയിലായിരുന്നു പാർപ്പ്. കല്ലറയിലാണ് പാർപ്പെങ്കിലും ഹല്ലേലൂയ, ഈ ഗദരദേശത്തേക്ക് ഒരു പടക് വരികയാണ്. വിദൂരത്തുനിന്ന് കടലിലെ തിരമാലകളുടെ ഓളങ്ങളിൽ ഒരു പടക് വരികയാണ്. ആ പടകിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പടകിൽ ഒരുവൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പടകിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് പലർക്കും അറിയത്തില്ല ഈ പോക്ക് എന്തിനാ, ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ കർത്താവിന് ഒരു കാര്യം അറിയാം. ഞാൻ സ്നേഹിക്കുന്ന ഒരുവനെ പിശാച് ബാധിച്ചിട്ട് അവനെ കല്ലറയിലിട്ട് അവനെ ചതച്ചും അവനെ നശിപ്പിച്ചും അവനെ ഒരു മൃഗപ്രായനാക്കി അവനെ ഒരു ശാപ വസ്തുവാക്കി ആ ദേശത്താക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവനെ ആ ശാപത്തിന്റെ അനുഭവത്തിൽ നിന്നും അവനെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ പടക് അല്ലെ ആ ദേശം നോക്കി ലക്ഷ്യമാക്കി കടന്നു വരുവാൻ കൂടെ തരുന്നത്. എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നീ ഓർക്കും ഈ കല്ലറയിൽ നീ അവസാനിക്കുമെന്ന, നീ ഓർക്കും ഈ ദേശത്ത് നീ അവസാനിക്കുമെന്ന. ഈ കല്ലറ അല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല, ഞാൻ ഇവിടെ കൊണ്ട് തീരുമെന്നോർത്ത് നീ ചിലപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിന്നെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് നീ മുമ്പോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നീ ഓർത്തോ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മക്കളെ, ഇപ്പൊ കാലഘട്ടം മാറിപ്പോയി. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ അയ്യോ പക്ഷെ ഭയങ്കര സ്ട്രെസ്സാ, എന്നാ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടെൻഷനാ. അപ്പൊ നമ്മൾ തന്നെ ചെയ്യും? ഇവൻ കല്ലറ കിടക്കുന്ന പോലെ കിടക്കുമല്ലേ. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഭാഗം പിടിച്ചാൽ ഇത് കയ്യും കാലും ഒക്കെ പിടിക്കത്തുള്ളൂ. അപ്പൊ നമ്മളെ ഇപ്പൊ പുതിയ തലമുറ ചെയ്യുന്നറിയാവോ എന്നാ ചെയ്യുന്നത്? ഈ കയ്യും കാലും ഒക്കെ തന്നെ നശിപ്പിക്കുമല്ലേ, ശരീരത്തെ നശിപ്പിക്കുമല്ലേ. ഇപ്പൊ എന്നാ ചെയ്യുന്നത്? ഇപ്പം മദ്യപിക്കുക, അടിച്ച് വീരൂര് കിടക്കും. എന്നടാ മോനെ മദ്യപിക്കുന്നത്? അയ്യോ അത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൻ ചത്താലും കള്ള്, അമ്മ ചത്താലും കള്ള്, ഇനി പെങ്ങടെ കല്യാണം നടന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം. പിന്നെ ഇപ്പൊ വേറെ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്, MDMA എന്നങ്ങട്ടെ അതിന്റെ പേര്. പൊടിയാന്നാ പറയുന്നത്. അതിലെ 11 മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 മണി വരെ ബോധമില്ലെന്നാ പറയുന്നത്. ഇന്ന് 11 മണിക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 മണി വരെ അവൻ ഏതപ്പാ ഓതമംഗലം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നാന്ന് പോലും അറിയത്തില്ലെന്നാ പറഞ്ഞത്. കാര്യം എന്നാന്നറിയാം, അതിനേക്കാളും എന്ത് ഭേദമായിരുന്നു എന്നെ അനിയച്ച ഈ പാവം പിടിച്ചവൻ. കല്ലറയിലായിരുന്നു പാർപ്പെങ്കിലും അവൻ അവന്റെ കയ്യെ രണ്ടിടി ഇരിക്കും എന്നുള്ളതേ ഉള്ളായിരുന്നു. അതിനേക്കാളും വലിയ പുള്ളികൾ ഈ കാലഘട്ടത്തിലുണ്ട്. സ്വയമേ നശിപ്പിക്കുന്ന സിസ്റ്റം ചോദിച്ചറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പല വാർഡുകളിൽ കിടക്കുന്നവന്മാര് മദ്യപിച്ച് വാഹനം ഓടിച്ച് പലയിടത്തും പോയി ഇടിച്ച് കയറിയിട്ട് അവന്റെ സകലവും നഷ്ടപ്പെട്ട് നുറുങ്ങി നാശവാളാലിയായിട്ട് വന്നിട്ട് അതിന്റെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്ര പേരെ ഞങ്ങൾ കണ്ടതാണെന്നറിയാമോ? ആ മാസങ്ങളിൽ എന്റെ പിതാവുമായിട്ട് ആ ഹോസ്പിറ്റലായിരുന്നപ്പോ ഞാൻ കണ്ടതാണ്. എത്ര പേർക്ക് ഞാൻ ഷേവ് ചെയ്തൊക്കെ കൊടുക്കാനും തലമുടി വെട്ടാനും ഒക്കെ പോകുമ്പോ ദൈവമേ ചോര ഉണങ്ങിയിട്ട് തലയൊക്കെ അടിച്ചിട്ട് ചോര ഉണങ്ങിയിട്ട് ഇതൊന്നും പറഞ്ഞു വരുത്തില്ല, അതുപോലെ കിടക്കുന്നത്. എന്നിട്ട് ഒരുത്തനാണ് എന്റെ പൊന്നു ഇസ്രായേൽ ഓർക്കുന്നുണ്ടോ, അങ്ങനെ മൂലിക്ക് കിടന്നൊരുത്തൻ അവന്റെ പെങ്ങളെയും അവന്റെ അപ്പനെയും വിളിക്കുന്നത് തെറിക്ക് കണക്കില്ല. എടാ അവൻ പോയി വല്ല വണ്ടിക്കടിയിലും കയറിയിട്ട് ഇവരാരെങ്കിലും പറഞ്ഞിട്ടാണോ? മദ്യപിച്ചല്ലോ ഈ വണ്ടിയും ഓടിച്ചു പോയി എവിടെങ്കിലും പോയി അടിച്ച് കയറി തകർന്നിട്ട് വരിക. പാവം പിടിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് അവര് 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരൊറ്റ സ്ട്രെച്ചിൽ നിന്നിട്ട് ഇവൻ നുറുങ്ങി അങ്ങോട്ട് ചെല്ലുക. അറിയാം. അപ്പൊ നിന്നെ എന്നാ വിളിക്കേണ്ടത്? കല്ലറ കിടന്ന അല്ലെ ഗദരദേശത്തെ കല്ലറ കിടന്ന ഭൂതഗ്രസ്ത നിന്നെക്കാളിലും മെച്ചവാ. അവനൊരു മെഡിക്കൽ കോളേജിലും പോയില്ല, പോയോ? അപ്പൊ അതിനേക്കാളിലും പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി തലമുറയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ തുറന്നു പറയാം, നീ ഏത് കല്ലറയുടെ അനുഭവത്തിലാണെങ്കിലും, നീ ഏത് കടലിന്റെ അല്ലെ അക്കരെയാണെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാ, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുണ്ടെങ്കിൽ, നിനക്ക് ആ ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ആ ദൈവം നീ ഏത് കല്ലറയുടെ അവസ്ഥയിൽ കിടന്നാലും നിന്നെ തേടി വരികയും അല്ലെങ്കിൽ അവൻ നിന്നെ ചേർത്തണയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. അവൻ വന്നാൽ, അവൻ നിന്റെ ദേശത്ത് വന്നാൽ, അവൻ നിന്റെ ജീവിതത്തിൽ വന്നാൽ, അവൻ നിന്റെ ഭവനത്തിൽ വന്നാൽ നിന്റെ മേലുള്ള ശാപത്തെ ദൈവം മാറ്റും. കരങ്ങളെ ഒരു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇവരെ കാണുന്നവൻ മുഴുവൻ സിസ്റ്ററെ പറഞ്ഞായിരുന്നു, ശപിക്കപ്പെട്ടവൻ കല്ലറ കിടക്കുന്നു. രാവിലെ വൈകിട്ടും എല്ലാം നോക്കുമ്പോ കാറി കൂവി നിലവിളിച്ചോണ്ട് പോവാ സോച്ച.
ആർക്കും നിലവിളിച്ചു. ഇവനെ കാണുന്നവൻ ആരെങ്കിലും നല്ലവനാണെന്ന് പറയുവോ? ഇല്ലെന്നേ. എന്നെ കേൾക്കുന്ന അനേക യൗവനക്കാർ ഇന്ന് ലോകത്തിന്റെ മായാമോഹങ്ങളിൽ ഇൻപങ്ങളിലൊക്കെ പെട്ട് ഇരുളടഞ്ഞ മുറികളിൽ പലപ്പോഴും ഹാലലിയ സ്തോത്രം, എന്താ ഹാലലിയ സ്തോത്രം, ഇതിന്റെയൊക്കെ അനുഭവത്തിൽ കിടക്കുന്നവന്മാരുണ്ട്. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അനുഭവത്തിൽ കിടക്കുന്നവന്മാരുണ്ട്. ചിലരോട് ചോദിച്ചാൽ പറയോ, എന്നെ അവള് കൈവിട്ടിട്ട് പോയി. സ്നേഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ വായിച്ചാട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, എന്നാ പറയുന്നേ കേട്ടോ, യഹോവ ദൂരത്ത് നിന്ന് പ്രത്യക്ഷനായി അവൻ അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മക്കളെ, അല്ലെങ്കിൽ അനിജ, നമ്മുടെ മോന്റെ പേരനാ, നമ്മുടെ മുത്ത്, അവന്റെ പേരനാ പറഞ്ഞേ, ശ്രേയസേ ഊറി. ആലലിയ സ്തോത്രം. എന്റെ ശ്രേയസ മോനെ, നിത്യസ്നേഹം കൊണ്ടാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. മക്കളെ, നീ ആദ്യമായിട്ടാ ഈ ആലയത്തിൽ കാലുകുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ സ്വർഗത്തിൽ പറയുക, നിന്നെ യേശു തേടി വന്നിട്ടുണ്ട്. മക്കളെ, നിന്നെ യേശു കണ്ടിട്ടുണ്ടേ പറയാം, യേശു നിന്നെ നിത്യസ്നേഹം കൊണ്ടാ സ്നേഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന റൂബി, നമ്മളെ സ്നേഹിക്കുന്ന നിത്യസ്നേഹം കൊണ്ടാ ദൈവം സ്നേഹിക്കുന്നത്. ചുമ്മാ വന്നും പോയിരിക്കുന്ന സ്നേഹം അല്ലെന്ന. നിന്നെ തോന്നുമ്പോ സ്നേഹിക്കുകയും തോന്നുമ്പോ കാലുപടക്കി അടിക്കുകയും ചെയ്യുന്ന സ്നേഹം അല്ലെന്ന്. അതൊക്കെ ലോകത്തിലുണ്ട്, ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്നാളെ ഏലപ്പാറയിൽ ഒരു ആത്മഹത്യ നടന്നു. പ്രായമുള്ള മനുഷ്യനല്ല ആത്മഹത്യ ചെയ്തത്, വെറും ചെറുപ്പക്കാരൻ, പ്രായപൂർത്തി പോലും ആകാത്ത ഒരു ചെറുപ്പക്കാരൻ, പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിച്ചു, മക്കളെ, ഇവൻ ആത്മഹത്യ ചെയ്യാൻ കാരണം? ആരോടാ ചോദിക്കുന്നറിയോ? എന്റെ മോളോടാ ചോദിക്കുന്നത്. മക്കളെ, എന്നെ ഇവൻ അതേ മറ്റേ പെങ്കൊച്ച് അവനെ തേച്ചിട്ട് പോയെന്ന്. ഞാനോർത്ത്, ഈ തേപ്പ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഈ പെരയൊക്കെ തേച്ചതാണ്, ബായിമാര് തേച്ചിട്ടുണ്ട്, നല്ല മെഷീനുമാര് തേച്ചിട്ടുണ്ട്. പക്ഷെ ഈ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പോ എന്നാന്നറിയോ, പുതിയ പിള്ളേരുടെ ഭാഷയാണ്. തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാള് സ്നേഹിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഈ സ്നേഹം നിർത്തിയിട്ട് ഇപ്പൊ എന്നെ ചെയ്തു. അങ്ങനെയുള്ള കാലഘട്ടമാണ്. കാമികാമാര് ഭയങ്കര സ്നേഹമായിരിക്കും, പെട്ടെന്നായിരിക്കും അവനെക്കാളും നല്ലൊരു ഗുണമുള്ളവനെ കാണുന്നത്. ഉടനെ ഇവനെ തേച്ചിട്ട്, എന്നാ പറയുന്നത്, ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയി മറ്റവനെ. ഇവർക്കൊക്കെ സ്നേഹം കൂടി നിൽക്കുമല്ലോ, കൊടുക്കാൻ ഇഷ്ടം പോലല്ലേ, തുളുമ്പി നിൽക്കുമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവൻ എന്നാ ചെയ്തു? ഇവള് തേച്ചിട്ട് പോയപ്പോ എന്നാ ചെയ്തു? ഒരു ചാൾ കയറെടുത്ത് ഫാനയിലോട്ട് കെട്ടി തൂങ്ങിട്ട് അവൻ ചത്തു. അവൻ മരിച്ചു. ആർക്ക് പോയി? അവന് പോയി. പക്ഷെ നീ ഒന്ന് ഓർത്തോ, അതേ കവലകളിൽ മോനെ കയ്യാലയുടെ മോളിൽ കയറി ഞാൻ യേശുവിനെ പ്രസംഗിച്ചു. മക്കളെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്. ഹല്ലേലൂയ. പെറ്റമ്മ തള്ളിക്കളഞ്ഞാലും, ഉറ്റബന്ധുമിത്രാദികൾ സകലരും തള്ളിക്കളഞ്ഞാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ശാപത്തെ മാറ്റി അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ നിന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു ഡയറി മിൽക്ക് കൊടുക്കുമ്പോ ചിരിച്ചു കാണിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പെണ്ണിന്റെ കാര്യമല്ല നീ നോക്കേണ്ടത്. അത് നിന്നെ തേച്ചിട്ട് പോവായിരിക്കും. പക്ഷെ ഒരിക്കലും തേച്ചിട്ട് പോകാത്ത നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് എന്റെ പ്രിയ കർത്താവ് മാത്രമാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. കാരണം അവൻ അവസാനത്തുള്ള രക്തം വരെയും കാൽവരിയിൽ ചൊരിഞ്ഞിടന്നിട്ട് ആ നിത്യസ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ചിടാം. ആ സ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് പറയുന്നത്, നിന്റെ ശാപത്തെ അവൻ അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ മേൽ പിശാച് പറഞ്ഞിരിക്കുന്ന ശാപമുണ്ടല്ലോ, അത് നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പലരും ഉപേക്ഷിച്ചിട്ട് പോവാ. മക്കൾക്ക്, സ്വന്തം മക്കളെ അമ്മയ്ക്ക് സ്നേഹമില്ലാത്തൊരു കാലഘട്ടം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ അത് പറഞ്ഞു. ഹല്ലേലൂയ. പണ്ട് ഞാൻ ഓട്ടോറിക്ഷ ഒരിക്കല് കൊറോണ കാലം കഴിഞ്ഞിട്ട് ആരാധനയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തൊടുപുഴയിൽ ആരാധന തുടങ്ങി. അപ്പൊ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ആരാധനയ്ക്ക് ഓരോരുത്തരെ ക്ഷണിക്കുക. അപ്പൊ ആദ്യത്തെ ഓട്ടോറിക്ഷയിൽ നോട്ടീസ് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഇവിടെ ആരാധന തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കാണെന്ന് പറഞ്ഞു. അനുഗ്രഹം എടുത്ത വായിക്കും. പുള്ളി പറയാം, ഈ കൊറോണയുടെ സമയത്ത് ഒരുത്തനെയും കണ്ടില്ലായിരുന്നല്ലോ, ഒരു ഉപദേശം വരെ കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആ കൊറോണയുടെ സമയം വരെയുള്ള കാര്യമേ പുള്ളി ചിന്തിച്ചു. പുള്ളി വെറുതെ ഈ ഒരു പാവം പിടിച്ച ഉപദേശിയല്ലേ, ഇത് കേട്ടിട്ട് മിണ്ടാതെ പോകുന്നു. ഞാനങ്ങ് മിണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടു. പുള്ളിയുടെ ത്രസിപ്പും പുള്ളിയുടെ ആ ഊർജ്ജസ്വലമായിട്ടുള്ള ആ വർത്തമാനമൊക്കെ ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു, ഒരു ഉപദേശിയും കണ്ടില്ലായിരുന്നല്ലോ. പുള്ളിയുടെ ചോദ്യം ശരിയല്ലേ? ചോദ്യം, ഉപദേശി പോയിട്ട് വേറെ പച്ചക്കറി മേടിക്കാൻ വെളിയിൽ ഇറങ്ങിയ, ഒരു ഗ്ലാസ് പാല് മേടിക്കാൻ വെളിയിൽ ഇറങ്ങിയ അവനെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. പോലീസുകാരാണെങ്കിൽ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിലൊക്കെ, മറ്റേ ഡ്രോണും കുന്തം വിട്ട് കഴിഞ്ഞപ്പോ വയലിനകത്ത് മറ്റേ ഇത് കളിച്ചോണ്ടിരുന്നവർ പോകുന്ന ഓട്ടം കാണണം. ഒരുത്ത കട്ടോട്ടെടുത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക, എന്നെ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഉപദേശിമാർ ആ പാമ്പനായിട്ട് പാമ്പ് പിടിച്ചൊരു ഇമാനുവൽ ഉപദേശിച്ചാണ്. പുള്ളി കാണാണ്ട് വീടുകളിൽ പോയി പുള്ളിയെ പിടിച്ചകത്ത് കൊണ്ടിട്ട്. സത്യം
പറയുന്നു. ഒരു ഉപദേശം കാണുന്നില്ലായിരുന്നല്ലോ. ഞാൻ അപ്പച്ചനോട് എടുത്ത വഴിക്ക് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാണ്, ഈ കൊറോണയുടെ കാലത്തല്ലേ ഉപദേശിയെ കാണുന്നില്ലെന്ന് പറഞ്ഞു. കൊറോണ അല്ലേ, ഇതിനും വലുത് വരാനിരിക്കുകയാണ്. ഞാൻ പുള്ളി എഴുതിപ്പോയി. ഇതെന്നെ ഉപദേശിച്ചാണ്. എടാ, കൊറോണ ഉണ്ടാകുന്നതിന് മുമ്പ് പത്രത്തിലൊരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. വാർത്ത എങ്ങനെയായിരുന്നു അറിയാവോ? ഒരമ്മ തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എറണാകുളത്ത് കടൽ തീരത്ത് കടൽ കയറി വരാതിരിക്കാൻ വേണ്ടി അടുക്കിയിട്ടിരിക്കുന്ന പാറയിൽ സ്വന്തം കുഞ്ഞിനെ അടിച്ചു കൊന്നിട്ട്, സ്വന്തം കുഞ്ഞിനെ, നൊന്തുപറ്റ കുഞ്ഞിനെ അടിച്ചു കൊന്നിട്ട് കാമുവിന്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയെന്ന്. പിന്നെ കൊറോണ അല്ല, അതിനപ്പുറം വരുന്നില്ലേ? ഇപ്പൊ നീയൊക്കെ മാസ്ക് മോന്തക്കെ ഇട്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ആരടിയ സ്തോത്രം, ഇനി വേറെ സ്ഥലത്തും കൂടെ മാസ്ക് ഇടുന്ന രീതിയിൽ ഉള്ള അസുഖം വരും ഇതുപോലുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ. സ്വന്തം പെറ്റ തമ്മ സ്വന്തം കുഞ്ഞിനെ അടിച്ചുകൊള്ളു, പാറയിൽ അടിച്ചുകൊള്ളു. എന്ത് മനസാക്ഷിയുള്ളത്? ഈ മനസാക്ഷി കെട്ട പാപഭംഗിലമായ ലോകത്തിൽ ആരുടെ രോഗം വരാതിരിക്കുമോ? അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കുമോ? പക്ഷെ ഈ പാപഭംഗിലമായ ലോകത്തിൽ പ്രാർത്ഥനയ്ക്കായി നീ മുഴങ്കാലം അടക്കുകയാണെങ്കിൽ, നീ ഒന്ന് മടങ്ങി വരികയാണെങ്കിൽ, നീ ദൈവസന്നിധി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നിന്റെ സ്ഥിതി കാണാൻ മാറ്റുന്ന ഒരു സ്വർഗമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ ഒരൊറ്റ അക്ഷരം മിണ്ടാനില്ല. പ്രിയ അച്ഛന് ഒരക്ഷരം മിണ്ടാനില്ല. അത് ശരിയാന്ന് പറഞ്ഞു. അത് ശരിയാന്ന് പറഞ്ഞു. മനസ്സിലായോ? പെറ്റമ്മയ്ക്ക് സ്വന്തം മകനോട് സ്നേഹമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല. അതേ തൊടുപുഴയിൽ ഇതെല്ലാം പറയും. നമുക്കറിയാലോ, സ്വന്തം മക്കളെ ഒരു പെരയ്ക്കകത്ത് ഇട്ടിട്ട് മൊത്തം കത്തിച്ചു കളഞ്ഞില്ലേ? കത്തിച്ചു കളഞ്ഞില്ലേ? മോണ ടിവിക്കകത്ത് വാർത്ത കണ്ടില്ലായിരുന്നു? സ്വന്തം പിതാവ് കാണിച്ചതാ. അപ്പൊ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഓർത്തോ, ഈ പാവത്തെ വിട്ടിട്ട് മടങ്ങി വാ. ഹല്ലേലൂയ, ഈ സ്നേഹത്തിലേക്ക് കടന്നു. കാരണം യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ ആ യേശുവിന്റെ സ്വഭാവം നിന്നിൽ വെളിപ്പെടും. ആ യേശുവിന്റെ സ്വഭാവം നിന്നിൽ വെളിപ്പെട്ടാൽ നീയും മറ്റുള്ളവരെ സ്നേഹിക്കും. യേശു ആരെയൊക്കെ ചേർത്ത് പിടിച്ചോ അതുപോലെ നീയും ചിലരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം നിന്നിലേക്ക് വെളിപ്പെടുവാൻ കൊണ്ടമടയായി തീരും. ഹല്ലേലൂയ. കല്ലെറിയുന്നവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്നേഹമാണ്. നമുക്കറിയാം, ഒരു സ്ത്രീയെ പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുചെന്നിട്ട് അനേകര് പരീക്ഷന്മാരും സ്വതീകരും എല്ലാവരും ചേർന്ന് കല്ലെറിയുക. കാരണം എന്നാ? അവൾ ചെയ്ത പാപത്തിന് അവനെ കല്ലെറിയുക. യേശു അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് നിലത്ത് വിരൽ കൊണ്ട് എഴുതിയിട്ട് നിങ്ങളിൽ പാപമില്ലാത്തവനെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോ ഒരുവൻ പോലും കല്ലെറിഞ്ഞില്ല. എല്ലാവരും വിമർശിക്കാൻ ഒത്തിരി പേരുണ്ടാച്ച, ഇങ്ങനെ പറയാൻ ഒത്തിരി പേരുണ്ടെന്നേ, എറിയാൻ ഒത്തിരി പേരുണ്ടെന്നേ. എടാ, എറിയുന്ന നീ പാപത്തിന് അടിമപ്പെട്ടവനാണോ ഇല്ലയോ എന്നുള്ള കാര്യം നീ ചിന്തിക്കുക. ഒരു കാര്യം ഉറപ്പാ, കർത്താവ് അവളോട് പറഞ്ഞു, ഹല്ലേലൂയ, 5 ഭർത്താക്കന്മാരുണ്ട്, പക്ഷെ ഇപ്പൊ ഉള്ളവരോ നിനക്കുള്ളതല്ല. പക്ഷെ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു കർത്താവുണ്ടെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അവളെ അനുഗ്രഹിച്ച് അവളുടെ അന്ന് വരെയുള്ള ശാപത്തെ മാറ്റി അവൾക്കൊരു അനുഗ്രഹം വന്ന ഒരു കർത്താവുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാ. ആ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഈ കല്ലറയിൽ കടന്നു വന്നപ്പോൾ എല്ലാവരും അവനെ ശാപഗ്രസ്തനാണെന്നാ പറഞ്ഞത്. എല്ലാവരും അവനെ ഹല്ലേലൂയ, സ്തോത്രം, ഇവൻ ശപിക്കപ്പെട്ടവനാന്നാ പറഞ്ഞത്. ഇവൻ ഈ ഗദരദേശത്തിന് ഒരു ശാപമാ, രാത്രിയും പകലും നിലവിളിച്ച് കിടക്കുവാന്നാ പറഞ്ഞത്. പക്ഷെ യേശു അവനെ സ്നേഹിച്ച് അവന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. വായിച്ചട്ടെ മക്കളെ, അതിന്റെ 15ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 1 കേട്ടോ. ഭൂതഗ്രസ്തൻ എന്ത് ചെയ്തു? കുറച്ചു കഴിഞ്ഞപ്പോൾ യേശു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനിലുള്ള ഭൂതത്തെ എല്ലാം പുറത്താക്കി കഴിഞ്ഞപ്പോ എന്നാ ചെയ്തു? ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അവര് സുബോധം വന്നും വസ്ത്രം ധരിച്ചു ഇരിക്കുന്നത് കണ്ടിട്ട് കേട്ടോ, കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും അറിയിച്ചു. യേശുവിനോട് അതിന് വിട്ടാ പോവാൻ വേണ്ടിട്ട് പറയുമല്ലോ കൂടെ തീർന്നു. പക്ഷെ യേശു പോകുന്നതിന് മുമ്പ് അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി കേട്ടോ. ഞാനും കൂടെ നിന്റെ കൂടെ പോന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഭൂതഗ്രസ്തനായവൻ ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ പിന്നാലെ ചെല്ലുവാൻ കൂടെ തീർന്നു. പക്ഷേ ആ ഭൂതഗ്രസ്തനായ മനുഷ്യനെ കർത്താവ് പറഞ്ഞു, വേണ്ട, നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. നിന്നെ ആരൊക്കെ എവിടെ നിന്നെ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞോ അതേ നാട്ടിൽ ഹല്ലേലൂയ, സ്തോത്രം, നീ ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെടത്തില്ല. ഇവൻ ഇവിടം കൊണ്ട് തീർന്നു പോകും. ഈ കല്ലറയിൽ ഇവൻ അവസാനിച്ചു പോകും. ഇവൻ എത്ര നാൾ ഇവൻ ഇവിടെ പുഴുത്ത് നാറിൽ തീർന്നു പോകുമെന്ന് ഹല്ലേലൂയ വിധി എഴുതിയവരുടെ മുമ്പിൽ തന്നെ
നീ എന്റെ കൂടെ വരണ്ട. ദെക്കപ്പൊലി നാട്ടിൽ മുഴുവനും യേശു അവനെ വിടുവിച്ച, യേശു അവന് സുബോധം നൽകിയ, യേശു അവനെ അനുഗ്രഹിച്ച, യേശു അവന്റെ സ്ഥിതികളെ മാറ്റിയ, അവന്റെ ശാപത്തെ മാറ്റി യേശു അവനെ അനുഗ്രഹിച്ച ആ സംഭവം അവനെ ആ ദെക്കപ്പൊലി നാട്ടിൽ മുഴുവൻ ഘോഷിച്ചു പറയുവാൻ തക്കണം ഇടയിൽ തീർന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാൽ ഹല്ലേലൂയ. ഒന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിക്കാമോ? നിന്നെ തേടി വരുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിന്റെ വീട്ടിൽ ആലടിയ കരച്ചിലുണ്ടാകുവാനോ, നിന്റെ വീട്ടിൽ ശാപമുണ്ട്. ഒരിക്കൽ പോലും അതിന്റെ ബൈബിളിന്റെ ചരിത്രത്തിൽ നാം കാണുമ്പോൾ യേശു ഇഷ്ടപ്പെട്ട ഒരു ഭവനം ഉണ്ടായിരുന്നു. നല്ല സിസ്റ്ററെ, ആലടിയ ബെഥാനിയയില് ആലടിയ സ്വതന്ത്രൻ ലാസറിന്റെ, മാർത്തയുടെയും മറിയയുടെയും ഭവനം. ആ ഭവനത്തിൽ എന്തു സംഭവിച്ചു? താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള തന്റെ സഹോദരനായിട്ടുള്ള ലാസർ മരിച്ചുപോയി. ഹല്ലേലൂയ. മരിച്ചുപോയതിനു ശേഷം അവനെ എവിടെ കൊണ്ടുവച്ചെന്നാ പറയുന്നത്? അവനെ കല്ലറയിൽ വെച്ചു. ദിവസം 4 ഹല്ലേലൂയ. യേശു അവിടെ കടന്നു ചെന്നില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, യേശു ഹല്ലേലൂയ സ്തോത്രം 4-ാം ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാർത്തയും മറിയയും അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവർ കണ്ണീരോടുകൂടി നിൽക്കുകയാണ്, കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണ്, അവർ തകർന്ന അനുഭവത്തിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പോൾ ഒരു പക്ഷേ പറഞ്ഞു കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇനി ഈ കുടുംബത്തിന് ആരുണ്ട്? ഒരേ ഒരു ആന്തരികം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്ന് ഹല്ലേലൂയ സ്തോത്രം കല്ലറയിൽ അടക്കപ്പെട്ടു പോയില്ലേ? അവിടെ കൊണ്ട് അവസാനിച്ചു പോയില്ലേ? ഇനി ഈ സ്ത്രീകൾക്ക് ആരുണ്ട്? ഈ കുടുംബം തീർന്നു പോയെന്നേ, ഇത് ശപിക്കപ്പെട്ടൊരു കുടുംബമാണെന്നേ, ആയുസിന്റെ മധ്യത്തിലാണെന്നേ അത് എടുക്കപ്പെട്ടത്. ലാസറിനെ എടുക്കപ്പെട്ടത് ആയുസിന്റെ മധ്യത്തില. ഇനി ഈ കുടുംബത്തിനൊരു ഹല്ലേലൂയ നന്മയുണ്ടാകത്തില്ല, ഇതിനൊരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. ഈ കുടുംബത്തിന്റെ മേലൊരു ശാപം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എത്രയോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടുവിലേക്ക് ആരാ കടന്നു ചെല്ലുന്നറിയോ? യേശു കടന്നു ചെല്ലുകയാണ്. കരങ്ങളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു കടന്നു ചെല്ലുകയാണ്. യേശു കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ. ആ യേശു കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്താണ് പറഞ്ഞത്? വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 36-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇരിക്കും മക്കളെ. ഹല്ലേലൂയ. യേശു കണ്ണീർ വാർത്തു. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് ആലോചിക്കേ, കണ്ടോ അവനോട് എത്ര. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഇപ്പൊ യേശു നിൽക്കുന്നത് എവിടാണ്? ഇപ്പൊ യേശു നിൽക്കുന്നത് ഒരു കല്ലറയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കല്ലറയുടെ മുമ്പിൽ യേശുവിന്റെ കൂടെ ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ. മാർത്തയുണ്ട്, മറിയുണ്ട്, മറ്റു ഈ സംഭവങ്ങളെല്ലാം ഉള്ളതായിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന ഒരു സംഭവം എന്താണ്? യേശു ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ടിരുന്നതായിട്ടുള്ള, നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നോട് പ്രിയപ്പെടുന്നുണ്ടെങ്കിൽ നീ കല്ലറയിൽ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. പ്രിയപ്പെട്ട യേശു ഏറ്റവും ഇഷ്ടപ്പെട്ട ഹല്ലേലൂയ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലെ ലാസർ മരിച്ച് കല്ലറയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ മക്കളെ. ചിലരോ അന്നേരവും ഹല്ലേലൂയ സ്തോത്രം. ഈ പെന്തക്കോസ്ത് അനുഭൂതി വന്നെങ്കിലൊക്കെയുള്ള കുഴപ്പമുണ്ട് കേട്ടോ. ഇപ്പൊ സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്ററൊക്കെ പിന്നെ പെന്തക്കോസ്തുകാരെ ഇഷ്ടമേ എല്ലാവരും വെറുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനാണ് പെന്തക്കോസ്തുകാര് ഇവരുടെ ഈ പ്രാർത്ഥന നടക്കത്തില്ലേ, ഇവർ ഈ കൈകുട്ടിയുള്ള പ്രാർത്ഥനയും ഈ അന്യഭാഷയൊക്കെ പറയുമ്പോൾ അവിടെ ചെന്ന് അവർ പ്രാർത്ഥന നടക്കുന്ന കലികയിൽ പോയിരുന്ന് അവരെ തെരുവിളിക്കും. അവര് അന്യഭാഷ ഏത് രീതിയിലാണോ പറയുന്നത് അതേ അക്ഷരം വെച്ച് അവരെ തെരുവിളിക്കും. അവരെ എനിക്ക് കണ്ടുകൂടായിരുന്നു. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്നത് കണ്ടുവിടരുത്. പക്ഷെ ഇന്ന് ഞാൻ ഈ പുസ്തകമായിട്ട് നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നേരത്തെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച അച്ചാച്ചി ഇവിടെ വന്ന് പ്രസംഗിച്ചു. അച്ചാച്ചിയുടെ മെയിൻ പരിപാടി എന്നതായിരുന്നു? അച്ചാച്ചി ഏതെങ്കിലും കൺവെൻഷൻ നടക്കുന്നിടത്ത് പതുക്കെ അങ്ങോട്ട് ചെല്ലും. കൺവെൻഷൻ നടക്കുന്നിടത്തല്ല പുള്ളി പോകുന്നത്, ആ കൺവെൻഷൻ നടക്കുന്ന ഏരിയയിലെ ട്രാൻസ്ഫോമർ എവിടാന്നാ നോക്കുന്നത്. അവിടെ നിന്ന് ആ ഫ്യൂസ് വലിച്ചൂരിട്ട് ഏതെങ്കിലും ഏലക്കാട്ടിലോട്ടോ പള്ളക്കാട്ടിലോട്ടോ വലിച്ചെറിയും. ഇലക്ട്രിസിറ്റി എന്ന് ബോർഡിൽ നിന്ന് ആള് വന്നിട്ട് നോക്കിക്കഴിഞ്ഞ് നടക്കുവോ? സംഭവം നടക്കുവോ? അല്ലെ ഇന്നിപ്പം കോഴിക്കാരന്റെ സഭയിൽ പ്രസംഗിച്ച് ഉച്ചയ്ക്ക് കത്രിമേശയും കൊടുത്ത് എല്ലാരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മക്കളെ അവർക്കും കൂടെ എന്നെ വിളിച്ചിട്ടുള്ള മക്കളെ അവർക്കും കൂടെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചു നിർത്തി അത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കാലത്ത് ഈ മാർഗത്തെ ഞങ്ങളെല്ലാം വെറുത്തതാകട്ടോ, ഒരു കാലത്ത് ഞങ്ങളെല്ലാം വിമർശിച്ചതാ കേട്ടോ. ഇവിടെയും കുറച്ച് കൂട്ടരുണ്ട്, ഇവൻ കുരുടനായിട്ടുള്ളവരുടെ എല്ലാം കണ്ണ് തുറന്നല്ലോ, പലർക്കും ഇവൻ അത്ഭുതം പ്രവർത്തിച്ചല്ലോ. എന്നിട്ട് എന്താ മക്കളെ വായിച്ചു? കുരുടന്റെ കണ്ണ് തുറന്ന ഇവന് കേട്ടോ, ഇവനെ മരിക്കാതിരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിമർശിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, മാർഗത്തെ വിമർശിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നീ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും നീ ചൂടൊന്നെടുത്ത് വെക്കുമ്പോൾ
നീ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്നെ വിമർശിക്കും. ഈ ബൈബിളുമായിട്ട് ഈ ദേശത്ത് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ എന്നോട് പറഞ്ഞത് നീ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന പലരും പറഞ്ഞത്. അല്ലേ കേസോ? ഞാൻ നല്ല രീതിയിലല്ലേ ഇപ്പൊ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. ഈ ദേശത്ത് എല്ലാവരെക്കാളിലും മേലെ ദൈവം എന്നെ നിർത്തി. അല്ലേ ലിയ കരങ്ങളെ ഇവർക്ക് പ്രധാന സ്വിച്ചാണ്. നിങ്ങൾക്ക് അത്ര സുഖം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ എന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉയർത്തി എന്ന് പറയുമ്പോഴത്തേന് അല്ലേ നിങ്ങൾക്ക് എല്ലാം സന്തോഷമാണെന്ന് എനിക്കറിയാം. അല്ലേ ലിയ പ്ലാസ്റ്റിക് പടുതായി കിടന്ന് എത്രയോ നാളുകൾ ഞാൻ കർത്താവിന്റെ പേര് ചെയ്തു, യേശുവിനെ ഉയർത്തി. അപ്പോഴൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ നടന്നാൽ മതി, ഒരു പെണ്ണ് കിട്ടുമോ, ഇവനൊരു കല്യാണം. പെണ്ണും കിട്ടി 3 പിള്ളേരെ ഇവിടെ ഒന്ന് വാടിക്കൊണ്ടിരുന്നു ഇത്ര നേരം. ആരുടെ 2 പേര് വാടി. അല്ലടാ ശ്രേയസ് മോനെ, അടുത്ത ആഴ്ച പോലെ നീയും പാടും. അവൻ വിടുക്കന. ആലോചിക്കാൻ സ്വതന്ത്രം പിള്ളേരിൽ നിന്ന് വാടി. ആലോചിക്കുക നല്ല 1-ാം തരം പെണ്ണുപിള്ളയും കിട്ടി. അല്ല ഇതിനൊരു ജീവിതം ഉണ്ടാകുമെന്ന് നീ ഓർക്കും. നീ തകർന്നു പോകുന്നു നീ ഓർക്കുമല്ലേ? പക്ഷെ സ്വർഗം പറയും ഈ പുസ്തകം എടുത്ത ഒരുത്തനും നിന്ദിക്കപ്പെടുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ഈ പുസ്തകം എടുത്തവനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഈ മാർഗത്തെ അറിഞ്ഞവനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ കണ്ണുനീരുണ്ടാവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റും. കാരണം ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോഴത്തേന് 4 ദിവസമായി നാറ്റം വെച്ച് കല്ലറയിലിരിക്കുക. പക്ഷെ അവിടെ നിന്ന് എല്ലാവരും കുറ്റം പറയുക. അയ്യോ ഇവന്റെ സ്ഥിതിക്ക് ഇന്ന വിഷയമുണ്ടല്ലോ, അയ്യോ ഇവൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്താണല്ലോ, എന്നിട്ട് ഇവനെ ഒന്നും മരിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നത്. നീ വിചാരിച്ചോ ദൈവം എന്നാ ഇവിടം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഇവന്റെ ജീവിതത്തിലുള്ള കാര്യം നിർത്തുന്നു. എടാ മരണത്തിനപ്പുറത്ത് നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. എന്താ മക്കളെ എഴുതിയിരിക്കുന്നത്? വായിച്ചോട്ടെ. യേശു പിന്നെ ഉള്ളെന്നുണ്ട്. നീ കരയുമ്പോ നിന്റെ കൂടെ കരയുന്നൊരു ദൈവം, നിന്റെ കണ്ണുനീര് വാർക്കുമ്പോ നിന്റെ കൂടെ കരയുന്നൊരു ദൈവം, നിന്റെ ഉള്ളവൊന്ന് നോവുമ്പോ നിന്റെ കൂടെ ഉള്ളം നോവുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുവാ. അവൻ കല്ലറയ്ക്കലെത്തിയിട്ട് എന്താ മക്കളെ പറഞ്ഞേ? അതൊരു ഗുഹയാ. ഒരു ഗുഹയ്ക്കകത്തിലായിരുന്നു ലാസറിനെ വെച്ചിരുന്നത്. അതിനൊരു കല്ല് ഒരിക്കലും തുറക്കരുതെന്ന് പറഞ്ഞോണ്ട് വെച്ചിരുന്നു. കല്ല് നീക്കാൻ പറഞ്ഞു. മറിച്ചവന്റെ സഹോദരി അന്നേരം മാർത്തയ്ക്ക് പറയും. മാർത്ത പറയുക അയ്യോ കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി. ശരിയാ. നമ്മളെ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരുത്തനെ കണ്ടു. ബസ്സിൽ കൂട്ടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിട്ട് സ്കൂട്ടറിൽ എടുത്തു. ഞാൻ നോക്കിയപ്പോഴത്തേന് അവൻ ആണാണോ പെണ്ണാണോന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ ഇവിടം മുതൽ ഇവിടം വരെ കുണുക്കിട്ടിരിക്കുക. ഇവിടെയും കുത്തി ഇവിടെയും കുത്തി ഇവിടെയും കുത്തി കുണുക്കിട്ടിരിക്കുക. നമ്മളാണെന്നുണ്ടെങ്കിൽ മൂക്കുത്തിയൊക്കെ ഇറക്കി അല്ലെ എത്ര സ്നൈപ്പാ ഇടുന്നത്. എടാ മരിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം നീ ഏറ്റവും സൗന്ദര്യവൽക്കരണം നടത്തുന്ന ഈ മൂക്കില്ലേ ഇത് ആദ്യം എഴുതുന്നു. അല്ലേ സിസ്റ്റർ? അല്ലേ സിസ്റ്റർ കൃത്യമായിട്ടല്ലേ മെഡിക്കൽ കോളേജ് സിസ്റ്റർ ആയിരിക്കുന്നത്. തെളിവാ ഞാൻ പറയുന്നത്. അല്ലടിയ അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ 4-ാം ദിവസം ആകാൻ തുടങ്ങി മൂക്ക് സഹിതം അഴുകി കാണും. അല്ലേ ചാ? അല്ലേ ലാസറിന്റെ സകലത് അഴുകി കാണും. പക്ഷേ 4-ാം ദിവസമല്ലോ ഇത് അഴുകിയിട്ട് നാറ്റം വെച്ച് തുടങ്ങിയല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ വായിച്ചു. വായിച്ച വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ അവിടെ ഒരു മരണമല്ലായിരിക്കും ഒരു കല്ലറയ്ക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും സ്നേഹിക്കുന്ന, നീ ഏറ്റവും ആഗ്രഹിച്ച ചില വിഷയങ്ങൾ ഒരു കല്ലറയ്ക്കകത്തിൽ അടങ്ങിയിരിക്കുന്നത് പോലെ, കല്ലുരുട്ടി വെച്ചതുപോലെ നാറ്റം വെറിച്ച അനുഭവത്തിൽ പലപ്പോഴും പലരും നിന്നോട് പറയുന്നില്ലേ, നിന്നെ നിന്ദിക്കുന്നില്ലേ, നിന്റെ പുച്ഛവാക്കുകൾ പറയുന്നില്ലേ, നിന്നാവാക്കുകൾ പറയുന്നില്ലേ. നിനക്കത് കേൾക്കുമ്പോൾ നിനക്കതൊരു നാറ്റം വഹിച്ച അനുഭവം പോലെ തോന്നുന്നില്ലേ? ഇതൊരിക്കലും പുറത്തു വരത്തില്ല, ഇതിവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറയത്തില്ലേ? എന്നാൽ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യേശു നിന്റെ ഉള്ളം കാണുന്നുണ്ടെങ്കിൽ, യേശു നിന്റെ കണ്ണുനീര് കാണുന്നുണ്ടെങ്കിൽ, യേശു നിന്റെ അടുക്ക വന്നാ ഞാൻ പറയും, ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ നിന്റെ നഷ്ടങ്ങളെയും, ഇന്ന് നീ അനുഭവിച്ച എല്ലാ നിന്റെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റുവാൻ, അത് നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമെടുക്കൽ യേശുവാണ്. അവൻ പറയും കല്ലുരുട്ടി മാറ്റൂ. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞതിന് ശേഷം എന്താണ് പറയുന്നത്? ലാസറേ പുറത്തു വരിക. അരുമനാഥന്റെ ശബ്ദം, ഈ ഭൂമി അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവന്റെ ശബ്ദം, അത് ഉളവാകട്ടെ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവായ ആ അരുമനാഥന്റെ ശബ്ദം അവിടെ സ്തോത്രം വെളിപ്പെട്ടപ്പോൾ ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. അങ്ങനെയാണോ വന്നേ? എങ്ങനെയാ വന്നു നമ്മള്? കേട്ടോ, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും. അന്ന് ഇസ്രായേലിൽ മക്കളെ എല്ലാം കെട്ടൊക്കെ കെട്ടിയ മൊത്തം ആടെ അടക്കുന്നത്. ഇവിടെ നമ്മുടെ അങ്ങനല്ല. ഇവിടെ നമ്മൾ അടക്കുമ്പോ എന്നാ ചെയ്യുന്നത്? ഇവിടെ അടക്കാൻ പോലും നമ്മൾ ഉമ്മയ്ക്കത്തില്ല, കത്തിച്ച് നമ്മൾ കളയല്ലേ ഉമ്മയ്ക്കൂ. നമ്മൾ കത്തിച്ച് കളയുന്നുണ്ട്. ഞാൻ തമാശ പറയില്ല, നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. പക്ഷെ അവിടുത്തെ സംസ്കാരം അങ്ങനെയാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നറിയോ? കയ്യും കാലും എല്ലാം കെട്ടും. ശരിയല്ലേ? സത്യം പറയണേ, നിങ്ങൾ സത്യമാണോ ഇല്ലെന്ന് പറയണം.
കെട്ടിയാ അടക്കുന്നത്. പക്ഷെ അടക്കുന്ന സമയത്ത് കെട്ടഴിക്കാറുണ്ടോ? ഉണ്ടോ? അപ്പൊ നീ അടക്കിയിട്ടില്ല, നീ അടക്കാൻ പോട്ടോ. പിന്നെ നീ ഈ അഭിപ്രായം പറയാന്ന്? സത്യം പറഞ്ഞു. ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അടക്കത്തിൽ ഏറ്റവും അവസാനം നിൽക്കുന്നവരോട് ചോദിച്ചു, കാലിന്റെ കെട്ടഴിച്ച് കളയത്തില്ലേ? അല്ലെ? കാലിന്റെ കെട്ടഴിക്കും, കൈയുടെ കെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടഴിക്കും, താടി അല്ലെ ഇതിന്റെ കെട്ടഴിക്കും, സകല കെട്ടു അഴിക്കും. അങ്ങനെയാണ് നമ്മൾ അടക്കുന്നത്. പക്ഷെ ഇസ്രായേലിൽ അങ്ങനെയല്ല. അവിടെ എന്ത് ചെയ്തു? മൊത്തം കെട്ടി ശീല കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുക. കെട്ടപ്പെട്ടവനായിട്ട് ആര് വരിക? പറ. ലാസർ വരികയാണ്. പക്ഷേ എന്നോട് പരിശുദ്ധാത്മാ പറയുക, ഇവിടെ കെട്ടപ്പെട്ട ചില വിഷയങ്ങളുമായിട്ട് ഇനി ഒരിക്കലും ഈ കെട്ടഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ഭാരപ്പെടുന്ന ചിലർ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നീ ഓർക്കും ഇത് എന്നേക്കുമായിട്ടുള്ളൊരു കെട്ടാ കെട്ടിയിരിക്കുന്നതെന്ന്. നീ ഓർക്കും എന്നേക്കും ഇതിനകത്തിലൊരു ഹല്ലേലൂയ സ്തോത്രം ഒരു വിടുതലില്ലെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏത് അടച്ചിട്ട കല്ലറയിലാണെങ്കിലും, ഏത് ഉരുട്ടിവെച്ച കല്ല് വെച്ചിരിക്കുന്ന ഗുഹ പോലുള്ള കല്ലറയിലാണെങ്കിലും നിന്റെ വിഷയമെങ്കിലും യേശു നിന്റെ മുമ്പിൽ കടന്നു വന്ന് നിന്റെ കെട്ടുകളെ അഴിച്ചാൽ ഒരു കാര്യം ഉറപ്പാകട്ടോ, ആർക്കും അഴിക്കാൻ മേലാത്തവണ്ടോ, അഴിക്കുവാൻ ഒരേ ഒരുവനെ കഴിയുള്ളൂ, അത് യേശുവിന് മാത്രമേ ഉള്ളൂ. ആ കെട്ട് നിന്നെ അഴിച്ചു കഴിഞ്ഞാൽ നിന്റെ അഴുകിയ ശരീരം തേജസ്സുള്ള ഒരു ശരീരം പോലെ പുറത്തു വരുവാൻ തക്കവേണം. ലാസർ അവന്റെ വിളി കേട്ട ആ കുടുംബത്തിന്റെ കണ്ണുനീര് മുഴുവൻ മാറിയിട്ട് ഹല്ലേലൂയ സ്തോത്രം, അവിടെ സന്തോഷമായി. ഹല്ലേലൂയ സ്തോത്രം. സത്യം പറഞ്ഞ ഈ വീട്ടുകാരുടെ അവസ്ഥയെ ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നിങ്ങളൊന്ന് എന്റെ കൂടെ മനസ്സിലെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം. ഈ വീട്ടിലെ അവസ്ഥ ഹല്ലേലൂയ സ്തോത്രം. ചില ഞായറാഴ്ചകളിലെ ഉപദേശിമാരുടെ വീട് പോലെ. കാരണം ഞായറാഴ്ച രാവിലെ ആരാധനകളുണ്ട്, ഇവരിറങ്ങിപ്പോ അടുക്കളയിൽ നോക്കത്തില്ല. ചിലപ്പോ ഒരു കായ കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞ ഇവിടെയാണ് 3 ദിവസം കഞ്ഞികൂടിയൊന്നും ഇല്ലായിരുന്നു. കരച്ചിലും നിലവിളി മാത്രമേ ഉള്ളായിരുന്നു. ഏട്ടാ ഒരുത്തൻ ജീവനായിട്ട് 4 ദിവസം അഴുകിയവന്റെ ജീവനോടുകൂടി പുറത്തു വന്നപ്പോ ഇപ്പൊ എന്നാ കൊടുക്കണോന്ന് അറിയത്തില്ല. അൽഫാം കൊടുക്കണോ, കുഴിമന്തി കൊടുക്കണോ, അല്ലെ? ഇതൊക്കെയല്ലേ മക്കളെ ഇപ്പോഴത്തെ സാധനങ്ങൾ. അല്ലേ? പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടമല്ല. അയ്യോ ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് കുറെ പേരുണ്ട്. അല്ലേ? പണ്ടൊക്കെ കല്യാണത്തിന്, ഇപ്പൊ കല്യാണത്തിന് മക്കളെ ഉമ്മാരിത് പൊളിക്കുമെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് കല്യാണത്തിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ അങ്ങനല്ല. സമയത്ത് വന്ന് കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങും, അങ്ങോട്ട് ചെല്ലും, വല്ല ചാപ്പാട് പഠിക്കും, പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ടോന്ന് ചോദിക്കും. ഇത് ചുരുട്ടി ആ മൂലക്കൊട്ടിട്ട് അവൻ കയറി പോകും. അല്ലെ? ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. ഈ മരണത്തിന് വന്നവരെല്ലാം ഈ 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അല്ലേ സോദരൻ എന്നെ കൊടുക്കണം, എന്നെ കൊടുക്കണം. അയ്യോ വാർത്തയുടെ പറയണ വെപ്രാളം ഒന്ന് അല്ലേ സാധിച്ച ഒന്ന് മനസ്സിൽ കണ്ട് ബിരിയാണി ഓർഡർ ചെയ്യും, പൊറോട്ട വരട്ടെ, അല്ലേ സോദര അത് വരട്ടെ, ഇത് വരട്ടെ. എല്ലാവർക്കും സന്തോഷമായി. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു രസകരമായി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം കേട്ടോ, നിന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചില ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നീ അപ്രതീക്ഷിതമായിട്ടും ചിലപ്പം ചിലത് നിർബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നീ ആരെത്തി കടന്നു വന്ന്. പക്ഷെ എനിക്ക് ദൈവസന്നെ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുക, എങ്ങനെ നിർബന്ധിച്ചിട്ട് നീ കടന്നു വന്നെങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക, നീ ഇന്ന് കടന്നു വന്ന റൈറ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, റൈറ്റ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവ സ്നേഹത്തിന്റെ അനുഭവം ഹല്ലേലൂയ സ്തോത്രം. ഒരു മഞ്ഞുപോലെ തൂകുന്ന ഒരു സ്ഥലത്താണ് നീ വന്നിരിക്കുന്നത്. ആ ദൈവം നിന്റെ സ്ഥിതികളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ വീട്ടിൽ 6 മാസം പഠിക്കാൻ പോയിരുന്നു. 6 മാസമല്ല, 3 വർഷത്തേക്കുള്ള കോഴ്സ് പഠിക്കാൻ പോയിട്ട് 6 മാസം നിന്നിട്ട് എന്നെ ബന്ധക്കോസാറിന്റെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പോയില്ല. എനിക്കൊരു ഇഷ്ടമല്ലല്ലോ, വെറുപ്പല്ലേ. അപ്പൊ എന്നെ ഒരു ദിവസം വിളിച്ചു. ഒരു ദിവസം വിളിച്ചപ്പോ ഞാൻ 6 മാസമായിട്ട് കഞ്ഞി തരുന്നതല്ലേ, രാവിലെ വൈകിട്ടൊക്കെ എന്റെ അമ്മയുടെ ചേട്ടത്തിൽ തരുന്നതല്ലേ, എന്നാ ഇവരുടെ കൂട്ടത്തിൽ പോകും. അന്ന് ഇതുപോലെ ആലയമൊന്നുമില്ല. അന്ന് ഇതുപോലെ ഒരു വീടിന്റെ മൂലയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു വീട്ടിലെ പ്രാർത്ഥന നടക്കുന്നത്. അതിന് 2 വാളി കഥക്, ആ കഥക് തുറന്ന് അകത്തോട്ട് കയറുന്നത്. ആ കഥകിന്റെ പുറകില് ഞാനിങ്ങനെ പോയി മറഞ്ഞിരിക്കുക. ഞാൻ നോക്കിയപ്പോ ഇവര് പ്രാർത്ഥന തുടങ്ങി, ഇവര് തുള്ളാനും ചാടാനും ഒക്കെ തുടങ്ങി. ഇവര് കുറെ നേരം കഴിഞ്ഞപ്പോ എന്നെ പോലെ നല്ല സുന്ദരനായ, നല്ല നിറമുള്ള, നല്ല കറുത്ത നിറമുള്ള, നല്ല കുടവയറൊക്കെ ഉള്ള ഒരു ഉപദേശി കയറി വരുക, കറുത്ത അംബാസഡർ. ഞാൻ അന്തം വിട്ടു, ഇത് എന്നെ പാർട്ടിയാണെന്ന് ഞാൻ ഓർത്ത്. പുള്ളി ഇങ്ങോട്ട് കയറി ഒന്ന് വചനമൊക്കെ പ്രസംഗിച്ചിട്ട് എന്റെ തലയിലോട്ട് വന്ന് കൈ തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ അപ്പൻ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ എസ്റ്റേറ്റ് വാരത്താളായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ടാറ്റാടെ മമ്മട്ടി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് നിന്നെ 10ാം ക്ലാസ് ജയിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നത് എന്നെ അറിയാനാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു പ്രവചന തൂതും. ഞാൻ നടുങ്ങിപ്പോയി. കാരണം 10ാം ക്ലാസ് ജയിക്കുമെന്ന് എന്റെ സ്വപ്നത്തിൽ ഞാൻ കരുതിയതല്ല. കാരണം അതിനുള്ള എഴുതിയിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ 10ാം ക്ലാസ് ജയിച്ചു എങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോഴും എനിക്കറിയത്തില്ല. മാർക്കൊന്നും നിങ്ങൾ ചോദിക്കരുത്. ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളും ബോധങ്ങളും ഞാനും ബോധങ്ങളും. എന്നാണേലും ഹല്ലേലൂയ സ്തോത്രം ജയിച്ചു കൊണ്ടുവന്നു. ഉന്നതികൾ ദൈവം നിർത്തിയില്ലേ. ഒന്നിനു പകരം 3 ഗവൺമെന്റ് ജോലി ദൈവം എനിക്ക് തന്നായിരുന്നു. അതിൽ 2 അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇപ്പോഴും ഇരിപ്പുണ്ട്. വേണ്ടത് എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ഞാൻ തെരഞ്ഞെടുത്തത്.
അല്ലെങ്കിൽ നിന്നെ ദൈവം കണ്ടെങ്കിൽ, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ദൈവം നീ ഏത് കഥകിന്റെ മറവിൽ പോയി ഇരുന്നാലും, അല്ലെങ്കിൽ നീ ഇപ്പം ദൈവസന്നിധിയിൽ ഈ ആലയത്തിൽ എന്ത് സാഹചര്യത്തിലാണ് നീ കയറുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാ, എന്നെ നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയിരിക്കും. നിന്റെ തലമുറ അല്ല നന്നാകത്തില്ല, അവർ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് ചിലപ്പോൾ നിന്റെ ഭവനത്തിൽ അയ്യോ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കാണും. വേണ്ട, ആരും ചോദിക്കേണ്ട, നീ തന്നെ ചോദിച്ചിട്ടില്ലേ? നീ തന്നെ ഉള്ളത്തിൽ ചോദിച്ചിട്ടില്ലേ? ഒന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നീ ചോദിച്ചിട്ടില്ലേ? അയ്യോ ഇങ്ങനെ പോയാൽ, ഇങ്ങനെ ഈ കടബാധ്യത എന്റെ മുമ്പിൽ പോയാൽ, ഇങ്ങനെ ഈ സാമ്പത്തിക ഭാരം എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ എന്റെ തലമുറയുടെ ഭാവി എന്തായി തീരുമെന്ന് ചോദിച്ചിട്ടില്ലേ? നിന്റെ ചോദ്യത്തിന് മറുപടി കർത്താവ് തരാൻ പോവുക. കാരണം നിന്നെ സ്നേഹിക്കുന്നുണ്ട് യേശു. നീ യേശു ഉള്ളിടത്ത നീ വന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ തലമുറ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം ഇടവരുത്തത്തില്ല. നിന്റെ തലമുറയുടെ കരത്തെ ദൈവം നിറച്ചിട്ട് നിന്റെ തലമുറ ഒരു അനുഗ്രഹമായി തീരുമാനമൊക്കെ വേണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. യഹോവയായ ദൈവം, ഹല്ലേലൂയ. ആ വാക്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മളെല്ലാവരും ദിവസം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഞങ്ങൾ കേട്ടത്. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തില് അല്ലെങ്കിൽ ഏത് ശാപത്തിന്റെ അവസ്ഥകളിൽ കർത്താവെ അനുഗ്രഹമാക്കി മാറ്റുവാൻ തക്കവണ്ണം ഒരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ദൈവസഭയെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ് നമുക്ക് ഒരുമിച്ച് ദൈവസേനയില് അല്ലെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവസേന ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം രാജേഷ് മുമ്പോട്ട് കടന്നു വന്ന് അല്ലെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ശിവറ രഗനം രഗച്ചുരി. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ ശാപത്തെ മാറ്റുന്ന ഒരു ദൈവം, ഞങ്ങൾക്ക് അനുഗ്രഹമായി വെളിപ്പെടുന്ന ഒരു ദൈവം, ദൈവത്തിന്റെ കരം അത്ഭുതകരമായി. പരിശുദ്ധമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ സ്ഥലത്തിൽ കടന്നു ഇത്ര സമയവും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭൂമിയിൽ ഞങ്ങൾ തന്ന നല്ല ഭാഗ്യത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നാഥ. ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ഒരു വിടുതലയായി മാറി ദൈവത്തെ സ്തുതിക്കുന്ന കടന്നു വന്ന പോലെ അല്ലപ്പ. മടങ്ങിപ്പോകുമ്പോൾ ഒരു അനുഗ്രഹത്തോടും ഒരു വിടുതലയോടും കടന്നു പോകുവാൻ ദൈവം ചെയ്ത നല്ല ഒരു സ്തുതിക്കുന്നു. ഇവിടെ കൂട്ടിച്ചേർത്ത ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ആവശ്യത്തിന്റെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ടോ അതിന്റെ മധ്യത്തിൽ ഒരു വിടുതലയും ദൈവം ഒരു അനുഗ്രഹവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കുന്ന കർത്താവേ. അപ്പൊ ഈ സഭ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഒരുപാട് ആത്മാക്കൾ കടന്നു വന്ന് അനുഗ്രഹവും വിടുതലും പ്രാർത്ഥിക്കുന്നവരായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ആശീർവാദം അനുഗ്രഹത്തോടെ ഇപ്പോ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മുടെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും പരിപാലനം നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ മേലും അവരുടെ എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയതം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഒരു കാര്യം കൂടെ, ഒരു അറിയിപ്പ് കൂടെ, പ്രിയ ദൈവമക്കളോടൊരു അറിയിപ്പ് കൂടെ. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6 മണിക്ക് ഇവിടെ വാഗമൺ പൈൻവാലി ജംഗ്ഷനിൽ തന്നെ ലായൽ കൂടാരത്തിൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ എബനേസർ വർഷിപ്പ് സെന്ററിൽ വെച്ച് ആരാധന ഉണ്ടായിരിക്കും. ഈ ആരാധനയ്ക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കടന്നു വരിക. വിദൂരങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് ടൂറിന് ഇവിടെ കടന്നു വരുന്നവരുണ്ട്. അവർക്കൊക്കെ പകലാരാധന കൂടുവാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളിവിടെ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ടിട്ടാണെങ്കിലും വൈകുന്നേരം ഇവിടെ നടക്കുന്ന ഈ ആരാധനയിൽ കടന്നു വന്ന് പങ്കുചേർന്ന് സന്തോഷത്തോടെ കടന്നു പോകാം. ഈ വാഗമൺ നല്ല മലനിരകളുടെ മുകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഈ സ്ഥലത്ത് ഏറ്റവും ഹൃദയഭാഗത്താണ് ഈ ആലയമുള്ളത്. ഇവിടേക്ക് നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും കടന്നു വരാം. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രതിയാൽ ഇന്ന് കടന്നു വന്ന് നമ്മുടെ മധ്യ ശാസ്ത്രന്മാരെ സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ലഘുവായിട്ട്. നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട്, ലഘുവായിട്ടല്ല, ആവശ്യത്തിന് കഴിച്ചിട്ട് പോകണം. എല്ലാവരും കഴിച്ച് സന്തോഷത്തോടു കൂടെ കടന്നു പോകണം.